ഹലോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ്. ഓക്കെ, അതിൽ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഇപ്പൊ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുക, അതിനുള്ള എളുപ്പവഴികൾ എന്തൊക്കെയാന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് ഇതിന്റെ മുന്നേ ഇപ്പോൾ നമ്മുടെ ഏപ്രിൽ കഴിഞ്ഞ ഒക്ടോബറിൽ അല്ലെങ്കിൽ അതിന്റെ മുന്നേ ഏപ്രിലൊക്കെ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതില് സെക്ഷൻ എയിൽ നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പൊ ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. മൗംഗ്ലി ഗ്രൂ അപ്പ് വിത്ത് ദ വോൾഫ് കബ്സ്. മൗംഗ്ലി എന്ന് പറയുന്ന കുട്ടിയുടെ കഥ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. ഇപ്പൊ പണ്ടൊക്കെ ബാലരമ വായിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അതിലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ടി വിയില് കാർട്ടൂൺസ് ആയിട്ടും അതുപോലെ പിക്ചേഴ്സ് ആയിട്ടും ഫിലിമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചിലപ്പം അതിനെ കുറിച്ച് അറിയുണ്ടാവും. മൗംഗ്ലി എന്ന് പറയുന്ന ഒരു കുട്ടി, ഞാൻ അതിന്റെ ഒരു സമ്മതി പറഞ്ഞുതരാം. മൗംഗ്ലി എന്ന് പറയുന്ന ഒരു കുട്ടി, ഒരു മനുഷ്യക്കുട്ടി, അവര് കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു കടുവയുടെ ആക്രമണത്തിൽ ഫാമിലി മരിച്ചു പോവാണ്. അച്ഛനമ്മയും മരിച്ചു പോയിട്ട് കാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കുട്ടീനെ ഒരു ചെന്നായക്കൂട്ടം അഗേല എന്ന് പറയുന്ന ഒരു ചെന്നായ എടുത്ത് വളർത്തുകയാണ്. ഓക്കെ, അപ്പൊ ആ കുട്ടീനെ ചെന്നായക്കൂട്ടം തന്റെ കുട്ടികളോടൊപ്പം ആ ചെന്നായ വളർത്തി. അപ്പൊ ഈ മൗംഗ്ലിക്ക് കാട്ടിലുള്ള ആളുകളാണ് മൗംഗ്ലിനെ സംരക്ഷിക്കുന്നതും മൗംഗ്ലിന്റെ സുഹൃത്തുക്കളും കാട്ടിലുള്ള മൃഗങ്ങൾ തന്നെയാണ്. അപ്പൊ മൗംഗ്ലിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൊക്കെയാണ് ഈ ബഗീര എന്ന് പറയുന്ന ഒരു പാന്തർ എന്ന് പറഞ്ഞാല് കരിമ്പുലി, കറുത്തിട്ട കറുത്തുള്ള ഒരു പുലി. അതുപോലെ ഭാലു എന്ന് പറയുന്ന ഒരു കരടി, പിന്നെ കാക്ക കാ എന്ന് പറയുന്ന ഒരു പാമ്പ്. ഇതൊക്കെയാണ് മൗംഗ്ലിക്ക് ആ ഒരു കാട്ടിലുള്ള സുഹൃത്തുക്കളായിട്ട് വരുന്നത്. പിന്നെ ഈ അഗേലയുടെ മക്കള് ആയിട്ടുള്ള ചെന്നായകളൊക്കെയാണ് മൗംഗ്ലിക്ക് എന്ത് ഒരു കൂട്ടുകാരായിട്ട് വരുന്നത്. അതായത് കാട്ടിൽ മനുഷ്യന്മാരൊന്നും ഇല്ല. അപ്പൊ ഈ മനുഷ്യക്കുട്ടിനെ സംരക്ഷിക്കുന്നത് ഈ മൃഗങ്ങളാണ്. അപ്പൊ ഈ മൃഗങ്ങളാണ് അവന്റെ ഫ്രണ്ട്സ്. അപ്പൊ മൗംഗ്ലിന്റെ ഒരു മൗംഗ്ലിന്റെ ഒരു കഥയാണ് ഇതിൽ പറയുന്നത്. മൗംഗ്ലി ഗ്രൂ അപ്പ് വിത്ത് വോൾഫ് കബ്സ്. കബ് എന്ന് പറഞ്ഞാൽ ചെന്നായന്റെ കുട്ടികളെ പറയുന്ന പേരാണ് കബ്. അപ്പൊ മൗംഗ്ലി എന്ത് ചെയ്തിട്ടുണ്ട്? ചെന്നായുടെ കുട്ടികളുടെ കൂടെയാണ് വളർന്നിട്ടുള്ളത്. ദോ ദേ ഓഫ് കോഴ്സ്, ദേ എന്ന് പറഞ്ഞാൽ എന്തിരുന്നാലും, ഓഫ് കോഴ്സ് തീർച്ചയായും, വെർ ഗ്രോൺ വോൾഫ്സ് ഓൾമോസ്റ്റ് ബിഫോർ ഹി വാസ് എ ബോയ്. അതായത് ഇപ്പൊ ഈ ഇവനെ വളർത്തിയിട്ടുള്ള ചെന്നായ്ക്ക് കുട്ടികളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ കുട്ടികള് അഖില എന്ന് പറഞ്ഞ ചെന്നായ്ക്ക് കുട്ടികളുണ്ട്. അപ്പൊ ആ കുട്ടികള്, പക്ഷെ നമുക്കറിയാം, നമ്മൾ മനുഷ്യന്മാര് വളർന്ന് വലുതായി ഒരു പക്വത എത്തുന്ന പ്രായത്തിന്റെ മുന്നേ മൃഗങ്ങൾ പെട്ടെന്നാവും അല്ലെ. അവര് 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് അവര് മെച്ചൂർഡായി വലിയ ശരിക്കുള്ള മൃഗങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവും. കുട്ടികൾ പെട്ടെന്ന് വളർന്ന് ശരിക്കുള്ള ഇപ്പൊ ഒരു കടുവയാണെങ്കിലും ചെന്നായി ആണെങ്കിലും ഒക്കെ 2 വർഷം കൊണ്ടൊക്കെ അവരെന്താവും, ശരിക്ക് ഒരു കടുവയായിട്ട് മാറും. അപ്പോ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു മനുഷ്യൻ അതായത് ഈ വോൾഫ് കപ്സിന്റെ കൂടെയാണ് വളർന്നതെങ്കിലും അവരെന്ത് ചെയ്തിട്ടുണ്ട്? വേർ ഗ്രോൺ വോൾഫ്സ്, അവർ വലിയ ശരിക്കുള്ള ചെന്നായകളായി മാറി. ഗ്രോൺ എന്ന് പറഞ്ഞാൽ മുതിർന്ന മുതിർന്ന വോൾഫ്സ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ബിഫോർ ഹി വാസ് എ ബോയ്. അതായത് ഈ മൗംഗ്ലി ഒരു കുട്ടി ആയപ്പോൾ, ഒരു ആൺകുട്ടിയെ, ചെറിയ കുട്ടിയായിരുന്നു, അവനെ ചെറുപ്പത്തിൽ കിട്ടിയതാണ്. അപ്പൊ ആ കുട്ടി ഒരു എന്താ പറയാ ബാലനായി മാറിയപ്പോൾ, ബാലൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബോയ് അല്ലെ, ഒരു ചെറിയ കുട്ടി, ഒരു 10 വയസ്സിന്റെ താഴെയുള്ള കുട്ടി ആയി മാറിയപ്പോഴത്തേക്ക് തന്നെ ഈ വോൾഫ്സ് അപ്പോഴേക്കും വളർന്ന് വലിയ വോൾഫ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവൻ അപ്പോഴും ചെറിയ കുട്ടിയാണ്, കാരണം മനുഷ്യന്മാരെ മെച്ചൂർഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഫാദർ വോൾഫ് ടോട്ട് ഹിം. ഫാദർ വോൾഫ്, ആ അച്ഛൻ ചെന്നായ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവനെ പഠിപ്പിച്ചു. ടോട്ട് എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? ദ മീനിങ് ഓഫ് തിങ്സ് ഇൻ ദ ജംഗിൾ. കാട്ടിലെ നിയമങ്ങൾ, കാട്ടിലെ ഓരോന്നും എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ഈ അച്ഛൻ ചെന്നായ മൗംഗ്ലിയെ പഠിപ്പിച്ചിട്ടുണ്ട്. അണ്ടിൽ ഹി അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാകുന്നത് വരെ. എന്തൊക്കെ മനസ്സിലാകുന്നത്? എവരി റിസൽ ഇൻ ദ ഗ്രാസ്. റസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇല അനങ്ങുക എന്നൊക്കെ പറയില്ലേ, ഇലകളുടെ അനക്കം, പുല്ലുകളുടെ അനക്കം, അതിനൊക്കെയാണ് നമ്മൾ റസിൽ എന്ന് പറയാം. അപ്പൊ ഈ കാറ്റിനനുസരിച്ചുള്ള പ്രകമ്പനം അല്ലെങ്കിൽ ആ ഒരു ഇളക്കം, അതിനെയാണ് റസിൽ എന്ന് പറയാം. അപ്പൊ എവറി റസിൽ ഇൻ ദ ഗ്രാസ്, ഓരോ പുൽക്കൊടി ഇളകുന്നതിന്റെ അർത്ഥവും അവന് മനസ്സിലാകുന്നത് വരെ. എവരി നോട്ട് ഓഫ് ദി ഔൾസ് എന്ന് പറഞ്ഞാല് കൂമന്മാര് അല്ലെ, കൂമന്മാരുടെ ഓരോ മൂളലും. അതുപോലെ എബവ് ഹിസ് ഹെഡ്, അവന്റെ തലക്ക് മുകളിൽ നിന്ന് കൂമൻ മൂളുന്നതിന്റെ ഓരോ അർത്ഥവും, ഓരോ മൂളലിന്റെ അർത്ഥവും. അതുപോലെ എവരി സ്പ്ലാഷ് ഓഫ് എവരി ലിറ്റിൽ ഫിഷ്,
ഓരോ മീന് വെള്ളത്തുള്ളി തെറിപ്പിക്കുന്നതിന്റെ അർത്ഥം പോലും അവന് മനസ്സിലാക്കുന്നത് വരെ അവനെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ, അതായത് ഈച്ച് ആൻഡ് എവറിത്തിങ്, ഒരു കാട്ടില് ഒരു ജംഗിളിലുള്ള ഈച്ച് ആൻഡ് എവറിത്തിങ്, എല്ലാ കാര്യങ്ങളും ഈ അച്ഛൻ ചെന്നായ ഇവനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മനുഷ്യന്മാരെക്കാൾ കൂടുതൽ ശക്തി, അതായത് ഒബ്സർവേഷൻ കൂടുതലാണ് ഈ മൃഗങ്ങൾക്ക്, അല്ലെ? അവര് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും, അവർ തിരിച്ചറിയും. കേൾവി ശക്തി അല്ലെങ്കിൽ അവരുടെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് മനുഷ്യന്മാരെക്കാൾ വലുതാണ്. അപ്പൊ ഈ ചെന്നായ് ഇതെല്ലാം ആരെ പഠിപ്പിച്ചു? നമ്മുടെ മൗഗ്ലിനെ പഠിപ്പിച്ചിട്ടുണ്ട്. വെൻ ഹി വാസ് നോട്ട് ലേണിംഗ്, അവന് ഈ പഠനമൊന്നും ഇല്ലാത്ത സമയത്ത്, ഇപ്പൊ സാധാരണ നമ്മൾ പറയില്ലേ സ്കൂളില്ലാത്ത ദിവസം എന്ന് പറയുന്ന പോലെ, അവന്റെ ഹോളിഡേയ്സിൽ അവൻ എന്താ ചെയ്യാ? ഹി സാറ്റ് ഔട്ട് ഇൻ ദി സൺ, അവന് സൂര്യപ്രകാശത്തിൽ വെറുതെ ഇങ്ങനെ ഇരിക്കും, മരത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ വല്ല കുന്നിന്റെ മുകളിലോ ഒക്കെ ഇരുന്നിട്ട് അവനിങ്ങനെ പ്രകൃതി നിരീക്ഷിക്കും, അല്ലെങ്കിൽ ചുറ്റുപാട് നിരീക്ഷിക്കും. ആൻഡ് സ്ലെപ്റ്റ്, പിന്നെ ഉറങ്ങും. പിന്നെ എന്ത് ചെയ്യും? ആൻഡ് എയ്റ്റ്, പിന്നെ നീച്ചു കഴിഞ്ഞാൽ വീണ്ടും ഭക്ഷണം കഴിക്കും. ആൻഡ് വെൻ ടു സ്ലീപ്, പിന്നെ വീണ്ടും കിടന്നുറങ്ങും. ഓക്കെ, അതാണ് അവന്റെ സ്കൂൾ പഠനമില്ലാത്ത ദിവസത്തിന്റെ ഒരു പോക്ക് എന്ന് പറയുന്നത്. അതായത് അവന് വെറുതെ പുറത്ത് ഇങ്ങനെ പോയിരുന്ന് പ്രകൃതിയൊക്കെ സൂര്യപ്രകാശത്തിലൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ പുറത്ത്, അതായത് പുറത്ത് ഇങ്ങനെ പോയിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഉറങ്ങും, ഭക്ഷണം കഴിക്കും, ഉറങ്ങും. ഇതൊക്കെ തന്നെയാണ് അവന്റെ ഒരു പഠനമില്ലാത്ത ദിവസത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. വെൻ ഹി ഫെൽറ്റ് ഡേർട്ടി, ഡേർട്ടി എന്ന് പറഞ്ഞാൽ അവന്റെ മേത്ത് ചളി ഉണ്ടാവും, അല്ലെങ്കിൽ അവന് അഴുക്കാണെന്ന് അവന് തോന്നുന്ന സമയത്ത്, ഓർ ഹോട്ട്, അല്ലെങ്കിൽ അവന് ഭയങ്കര ചൂട് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യും? ഹി സ്വാം, അവൻ നീന്തും. എവിടെ? ഇൻ ദ ഫോറസ്റ്റ് പൂൾസ്, കാട്ടിലുള്ള പൂൾസ്. പൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? കുളങ്ങൾ. കാട്ടിലുള്ള കുളങ്ങളിൽ അവന്, അല്ലെങ്കിൽ അരുവികളിലൊക്കെ അവൻ എന്ത് ചെയ്യും? പൂൾ എന്ന് പറഞ്ഞാൽ കുളമാണ് കേട്ടോ. അപ്പൊ കാട്ടിലുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടാവും, പൂളുകൾ ഉണ്ടാവും, അവിടെയൊക്കെ പോയിട്ട് അവൻ എന്ത് ചെയ്യും? കുളിക്കും അല്ലെങ്കിൽ നീന്തും. അതാണ് അവൻ ചെയ്യുക. വെൻ ഹി വാണ്ടഡ് ഹണി, മൃഗങ്ങളെ പോലെ തന്നെയാണ്. വെൻ ഹി വാണ്ടഡ് ഹണി, അവന് തേന് കുടിക്കണം എന്ന് ആഗ്രഹം തോന്നിയാൽ ഇവൻ എന്ത് ചെയ്യും? ഹി ക്ലൈംബ് ദ ട്രീ, അവൻ എന്ത് ചെയ്യും? മരം കയറും. ദ വേ ബഗീര ദ പാന്തർ ഷോഡ് ഹിം ടു ഡു, ദ വേ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ. ഏത് രീതിയിൽ? ബഗീര ദ പാന്തർ, ബഗീര എന്ന് പറയുന്ന ആ കരിമ്പുലി, ഷോഡ് ഹിം ടു ഡു, അവനെ കാണിച്ചു കൊടുത്തു എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. അവന് കാണിച്ചു കൊടുത്ത പോലെ അവൻ മരം കയറാറുണ്ട്. ഹി ടുക്ക് ഹിസ് പ്ലേസ് അറ്റ് ദ കൗൺസിൽ റോക്ക് ടു, ഹി ടുക്ക് ഹിസ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ സ്ഥാനം ഉറപ്പിച്ചു. എവിടെ? അറ്റ് ദ കൗൺസിൽ റോക്ക് ടു. കൗൺസിൽ റോക്ക് പറഞ്ഞാൽ എന്താ? വെൻ ദ വോൾഫ് പാക്ക് മെറ്റ്, അതായത് ഇപ്പൊ നമ്മൾ മീറ്റിംഗ് കൂടാറില്ലേ, അതുപോലെ ചെന്നായ കൂട്ടം മീറ്റിംഗ് കൂടും. ഓക്കെ, അപ്പൊ അങ്ങനെ മീറ്റിംഗ് കൂടുമ്പോ നല്ല ഹൈ റാങ്കുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു സമ്മേളനമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ മനുഷ്യന്മാരെന്താ ചെയ്യാ? സ്റ്റേജിലായിരിക്കും നമ്മളുടെ ഹൈ റാങ്കുള്ള ആൾക്കാർ ഇരിക്കുക, അല്ലെ? അതായത് കുറച്ച് പ്രമാണിമാര്, പദവിയിൽ ഉയർന്ന ആൾക്കാരൊക്കെ, അതിഥികളൊക്കെ എവിടെ ഇരിക്കുക? നമ്മുടെ സ്റ്റേജിലിരിക്കുക. അതേപോലെ ഈ ചെന്നായ കൂട്ടങ്ങള് എന്ത് ചെയ്യാണ്? ഒരു വലിയ എന്താ പാറയുടെ മുകളിൽ ഇരുന്നിട്ടാണ് താഴെയുള്ള കൂട്ടത്തിനെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്യാണ്? ആ പാറയുടെ മുകളിൽ ഇവന് സ്ഥാനം കിട്ടി എന്ന് പറഞ്ഞാൽ ഇവനെ ആ ചെന്നായ കൂട്ടത്തിൽ അത്രയും പ്രധാനമുള്ള ഒരാളായിട്ട് മാറി. ഓക്കെ, നമ്മളെ അത്രയും ആ ഒരു സ്ഥാനം കിട്ടുമ്പോഴാണല്ലോ നമ്മളെ സ്റ്റേജിൽ കയറ്റിയിരുത്തുക. അപ്പൊ അതുപോലെ ഇവന് ആ ഒരു കൗൺസിൽ റോക്കിൽ കയറാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം അവന് കിട്ടി. ഓക്കെ, ദർ ഹി ഡിസ്കവേർഡ് ദാറ്റ്, അപ്പൊ അവന് മനസ്സിലായി, ആ കൗൺസിൽ റോക്കിൽ അവന് സ്ഥാനം കിട്ടിയപ്പോ അവനൊരു കാര്യം മനസ്സിലായി. എന്ത്? ഇഫ് ഹി സ്റ്റയേർഡ് ഹാർഡ് അറ്റ് എനി വോൾഫ്, ഇഫ് ഹി, അവൻ ചെയ്യുകയാണെങ്കിൽ, എന്ത് ചെയ്യുകയാണെങ്കിൽ? സ്റ്റയേർഡ് ഹാഡ് എന്ന് പറഞ്ഞാല്, സ്റ്റയർ എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കുക. അപ്പൊ അവനിങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. ആരെ? അറ്റ് എനി വോൾഫ്, ഏതെങ്കിലും ഒരു ചെന്നായനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ ദ വോൾഫ് വുഡ് ബി ഫോഴ്സ് ടു ഡ്രോപ്പ് ഹിസ് ഐസ്, ആ വോൾഫ് എന്ത് ചെയ്യും? അതിന്റെ കണ്ണ് ഇങ്ങനെ താഴേക്ക് താഴ്ത്തുന്നു. അതായത് ഇപ്പൊ നമുക്കറിയാം, നമ്മൾക്കിപ്പോ ഒരാളെ, ഒരു പോലീസൊക്കെ നമ്മളെ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, തുറിപ്പിച്ച് നമ്മളെ ദേഷ്യത്തിൽ ഒരാൾ നോക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും നമ്മുടെ കണ്ണ് ഒരു പേടി, അവരോടുള്ള ഒരു പേടി കൊണ്ട് നമുക്ക് കണ്ണ് താന്നു പോകും, അല്ലെ? ഒരാൾ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് നോക്കുക ചെയ്യാം. അപ്പൊ അതേപോലെ ഇവനിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇവനിക്ക് മനസ്സിലായി, ഇവനിങ്ങനെ നോക്കുന്ന സമയത്ത്, ദേഷിച്ച് നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള ചെന്നായകള് അവനെ പേടിച്ചിട്ട് കണ്ണ് താഴ്ത്തുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്തു? ദ വോൾഫ് വുഡ് ബി ഫോഴ്സ്ഡ് ടു ഡ്രോപ്പ് ഹിസ് ഐസ്, അവന്റെ ചെന്നായകള് അവര് കണ്ണിങ്ങനെ താഴ്ത്തലുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ അങ്ങനെ പേടി തുടങ്ങിയെന്ന് അവന് മനസ്സിലായി. സോ ഹി യൂസ്ഡ് ടു സ്റ്റെയർ ഫോർ ഫൺ, അപ്പൊ അവൻ എന്ത് ചെയ്തു? യൂസ് ടു സ്റ്റെയർ, യൂസ് എന്ന് പറഞ്ഞാല് യൂസ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, മുന്നേ അതായത്
പാസ്റ്റിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിനെ സൂചിപ്പിക്കാനാണ് യൂസ് ടു ഉപയോഗിക്കുക. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകാറുണ്ടായിരുന്നു, ഐ യൂസ് ടു ഗോ ദർ, അങ്ങനെ പറയില്ലേ. അപ്പൊ ആ ഒരു സംഭവമാണ്. അപ്പൊ ഇവൻ എന്ത് ചെയ്യാണ്, സൂക്ഷിച്ച് നോക്കാൻ തുടങ്ങി. ഇവർക്ക് മനസ്സിലായി കോൺസിൽ റോക്കിൽ ഇവന് സ്ഥാനം കിട്ടിയപ്പോ ഇവന് ആ പാക്കിലൊരു പ്രധാനപ്പെട്ട മെമ്പറായി. അപ്പൊ ഇവൻ തുറിച്ചു നോക്കുന്ന സമയത്ത് ചെന്നായകള് പേടിച്ചിട്ട് തല താത്തുന്നുണ്ട്. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, അപ്പൊ ഇവനൊരു രസമായി. അപ്പൊ ഇവൻ എന്ത് ചെയ്യുക, പിന്നെ അതൊരു ഫണ്ണായിട്ട് എടുത്തിട്ട് എല്ലാരും ഇങ്ങനെ തുറച്ചു നോക്കും. അവനൊരു ഒരു ഒരു എന്താ പറയാ, ചില ആളുകൾക്ക് ഉണ്ടാവില്ലേ ഒരു രസം, ബാക്കിയുള്ളവർ ഇങ്ങനെ അവനെ പേടിക്കുന്നത് കാണുമ്പോൾ അവനക്കൊരു സന്തോഷം. കാരണം ഇവൻ കുട്ടിയാണ്, ഒരു 10 വയസ്സിന് താഴെയുള്ള ഒരു ബോയിയാണ്. അപ്പൊ നമുക്കറിയാലോ മനുഷ്യന്മാരുടെ കുട്ടികൾക്ക് ആ പ്രായത്തിൽ കുറച്ച് കുസൃതിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രായമാണ്. അപ്പൊ ഇവൻ അത് ഒരു ഫണ്ണായിട്ട് എടുക്കുകയാണ്. ഓക്കെ. അറ്റ് ദ അതർ ടൈംസ്, പക്ഷെ അല്ലാത്ത സമയത്തൊക്കെ അവൻ എന്ത് ചെയ്യും, ഹി വുഡ് പിക്ക് ദ ലോങ് തോൺസ് ഔട്ട് ഓഫ് ദ പാഡ്സ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്, ഫോർ wolves suffer terribly from thorns and burns in their coats. അതായത് അല്ലാത്ത സമയത്ത്, അറ്റ് അതർ ടൈംസ്, അല്ലാത്ത സമയത്ത് ഇപ്പൊ അവനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അല്ലാത്ത സമയത്ത്, ഇവന് ആവശ്യമുള്ള സമയത്ത് ഇവൻ എന്ത് ചെയ്യും, ഹി വുഡ് പിക്ക് ദ ലോങ് തോൺസ്. തോൺസ് എന്ന് പറഞ്ഞാല് മുള്ള്. ഔട്ട് ഓഫ് ദി പാഡ്സ്, പാഡ്സ് എന്ന് പറഞ്ഞാൽ ചെന്നായകളുടെ കാല്. ഓക്കെ. ആ നിലത്ത് വെക്കുന്ന ആ ഒരു സ്ഥലം, ഇതുണ്ടല്ലോ, കാലിന്റെ, അവര് 4 കാലിൽ നടക്കുക. അപ്പൊ ആ നിലത്ത് തട്ടുന്ന ആ ഒരു ഏരിയനെയാണ് പാഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ പാഡ്സിൽ എന്ത് ചെയ്യും, മുള്ളു കൊള്ളും. ഇപ്പൊ ചെന്നായ്ക്കള് കാട്ടിൽ കൂടെ ഒക്കെ അല്ലേ പോവാ. അപ്പൊ അവരുടെ കാലിലൊക്കെ, അവരുടെ മൃഗങ്ങളുടെ കാലിൽ മുള്ളു കൊള്ളുമ്പോ, അവന്റെ ഫ്രണ്ട്സിന്റെ കാലിൽ മുള്ളു കൊള്ളുമ്പോ അവൻ എന്ത് ചെയ്യും, അത് എടുത്തു കൊടുക്കും. കാരണം മൃഗങ്ങൾക്ക് അത് എടുക്കാൻ പറ്റില്ല, അവർക്ക് ഫിംഗേഴ്സ് ഇല്ല. അപ്പൊ നമ്മള് മനുഷ്യന്മാർക്കാണ് കൃത്യമായിട്ടൊരു സാധനം പിക്ക് ചെയ്യാൻ ഒക്കെ കൂടുതൽ ഈസി. അപ്പൊ ഈ ഒരു മൗഗ്ലി എന്ന് പറയുന്ന കുട്ടി അത് എടുത്തു കൊടുക്കാറുണ്ട്. അപ്പൊ അവന്റെ ഫ്രണ്ട്സിന് എന്താ ആവശ്യം വരുമ്പോ അവൻ അത് ചെയ്യും. അല്ലാത്ത സമയത്ത് വെറുതെ തമാശക്ക് ഇങ്ങനെ നോക്കി പേടിപ്പിക്കുമെങ്കിലും അവർക്ക് ഒരു ആവശ്യം വരുമ്പോ ഇവൻ അവിടെ ഉണ്ടാവും. ഓക്കെ. ഫോർ wolves സഫർ ടെറിബിളി ഫ്രം തോൺസ്. സഫർ എന്ന് പറഞ്ഞാല് എന്താ പറയാ, നമ്മള് സഫർ ചെയ്യാന്നൊക്കെ പറയില്ലേ, നമ്മളതില് ഇങ്ങനെ ഉരുക, എന്താ നമ്മളത്, എന്താ പറയാ, നമ്മൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുക, അതിനെയാണ് സഫർ എന്ന് പറയുന്നത്. അപ്പോ ടെറിബിളി, വല്ലാണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇതിന്, ഫ്രം തോൺസ്, മുള്ളിൽ നിന്ന്. അതായത് മുള്ളു കൊള്ളുമ്പോൾ അവൻ എടുത്തു കൊടുക്കാറുണ്ട്. ആൻഡ് ബർസ് ഇൻ ദ കോട്സ്. ഓക്കെ. അതായത് ഈ ചെന്നായ്ക്കളുടെ കോട്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ രോമത്തിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റപ്പിടിക്കും അല്ലെ. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു പൊന്തയിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്താ ഡ്രസ്സിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പൊ അതുപോലെ ഇവരുടെ കോട്ടിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന സാധനങ്ങള് ഒക്കെ ഇവൻ പറിച്ചു കൊടുക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ ഇവൻ സഹായിക്കും. പക്ഷെ ചില സമയത്ത് ഇവൻ തമാശയ്ക്ക് വേണ്ടി അവരെ നോക്കി പേടിപ്പിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ഹി വുഡ് ഗോ ഡൗൺ ദ ഹിൽ സൈഡ് ഇൻ ടു ദി കൾട്ടിവേറ്റഡ് ലാൻഡ്സ് ബൈ നൈറ്റ് ആൻഡ് ടുക്ക് വെരി ക്യൂരിയസ്ലി അറ്റ് ദ വില്ലേജേഴ്സ് ഇൻ ദി ഹട്ട്സ്. അതായത് ഇവരുടെ കാടിന്റെ അടുത്ത് ഒരു വില്ലേജ് ഉണ്ട്. അപ്പൊ ഇവൻക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ്, ഒരു ആകാംക്ഷയാണ്. കാരണം ഇവന്റെ പോലുള്ള ആൾക്കാർ അവിടെയാണ് ഉള്ളത്. അപ്പൊ അവൻ എന്ത് ചെയ്യും, രാത്രിയിൽ എന്ത് ചെയ്യും, താഴ്വാരങ്ങളിലൊക്കെ പോയിട്ട്, ഹിൽ സൈഡ് എന്ന് പറഞ്ഞാൽ മലയുടെ സൈഡിലൊക്കെ പോയി നിന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ കൾട്ടിവേറ്റഡ് ലാൻഡ്സ്, അതായത് ഇപ്പൊ നെല്ലും അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഭൂമിയിലേക്ക് അവൻ നോക്കും. ആൻഡ് വെരി ക്യൂരിയസ്ലി അറ്റ് ദ വില്ലേജേഴ്സ് ഇൻ ദിയർ ഹട്ട്സ്. അതായത് ആ വീടുകളിൽ താമസിക്കുന്ന വില്ലേജേഴ്സിനൊക്കെ അവൻ വളരെ ആകാംക്ഷയോടെ നോക്കാറുണ്ടെന്ന്. കാരണം മൃഗങ്ങളൊന്നും വീട് വെച്ച് അങ്ങനെ നല്ല ഡിസൈൻ ചെയ്ത് വീടുണ്ടാക്കിയിട്ടൊന്നും അല്ല താമസിക്കാം. അപ്പൊ ഇവൻ അങ്ങനെ ഹട്ടൊക്കെ ഉണ്ടാക്കി താമസിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഇവർക്ക് അതൊരു ക്യൂരിയോസിറ്റി ആയിട്ട് അവൻ രാത്രി എന്ത് ചെയ്യും, ഇങ്ങനെ മലയുടെ സൈഡിലൊക്കെ പോയി നിന്നിട്ട് അവന്റെ അടുത്തുള്ള ആ വില്ലേജ് അവൻ ഇങ്ങനെ എന്ത് ചെയ്യും, വാച്ച് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ. ഹി ലവ്ഡ് ബെറ്റർ ദാൻ എനിത്തിങ് എൽസ് ടു ഗോ വിത്ത് ബഗീര. അവന് എല്ലാ കാര്യത്തിനേക്കാളും ഏറ്റവും ഇഷ്ടം ബഗീരന്റെ കൂടെ പോവുകയായിരുന്നു. ബഗീര എന്ന് പറയുന്ന കരിമ്പുലിന്റെ കൂടെ അങ്ങനെ എവിടേക്കെങ്കിലും പോകുന്നതാണ് അവന് ഏറ്റവും വലിയ ഇഷ്ടം. ഇൻ ടു ദ ഡാർക്ക് വാം ഹേർട്ട് ഓഫ് ദി ഫോറസ്റ്റ്. എവിടേക്കെങ്കിലും അല്ല, എവിടേക്കാണ്, ഇൻ ടു ദി ഡാർക്ക് വാം ഹേർട്ട് ഓഫ് ദി ഫോറസ്റ്റ്. കാടിന്റെ ഇരുണ്ട ആ ഹൃദയത്തിലേക്ക്, എന്ന് വെച്ചാൽ രാത്രി നല്ല ഇരുട്ടില് ബഗീരന്റെ കൂടെ കാട്ടിലൂടെ സഞ്ചരിക്കാനാണ് അവനക്ക് ഇഷ്ടം. ഓഫ് ദി ഫോറസ്റ്റ് അറ്റ് നൈറ്റ്, രാത്രിയില്. ആൻഡ് ടു സ്ലീപ് ത്രൂ ദി ഡ്രൗസി ഡേ. ഒരു ഇങ്ങനെ അതായത് ഈ ബഗീരന്റെ കൂടെ കാട്ടിലേക്ക് പോവാനാണ് അവന് ഇഷ്ടം അല്ലെ. കാട്ടിലേക്ക് പോകാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. രാത്രി, അതും രാത്രി എന്താ പറയുന്നത്, ഡീപ് ഇൻ ടു ദി ഡാർക്ക് വാം ഹേർട്ട് ഓഫ് ദി ഫോറസ്റ്റ് എന്നാ പറയുന്നത്. ഡാർക്ക് വാം ഹെർട്ട് ഓഫ് ദി
ഫോറസ്റ്റ്. അങ്ങനെ പറഞ്ഞാ ഇരുണ്ട ഹൃദയം എന്നൊക്കെ പറഞ്ഞാൽ ഇരുട്ടിനാണ് പറയണത്. ഇപ്പൊ രാത്രി നല്ല ഇരുട്ടാവുമല്ലോ. അപ്പൊ നല്ല നിബിഡ വനൊക്കെ ആണെങ്കിൽ, തിക്ക് ഫോറസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഉള്ളിലേക്ക് പ്രകാശമൊന്നും കിട്ടൂല രാവിലെ തന്നെ. ഓക്കെ. അപ്പോ എന്താണ്, അപ്പൊ ഇങ്ങനെ ആ രാത്രിയും കൂടെ ആണെങ്കിൽ പിന്നെ തീരെയും ഇല്ല, നല്ല കൂരി ഇരുട്ടാണ്. അപ്പൊ അങ്ങനത്തെ സമയത്ത് ഈ ബഗീര എന്ന് പറയുന്നത് ഒരു കറുത്ത പുലിയാണ്. അപ്പൊ അയാൾ അവനെയും കാണില്ല. അപ്പൊ അവന്റെ പുറത്ത് കയറി അല്ലെങ്കിൽ അവന്റെ കൂടെ രാത്രി കാടുകളിലൂടെ സഞ്ചരിക്കാനാണ് ഇവന് ഇഷ്ടം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്ലീപ് ത്രൂ ദി ഡ്രൗസി ഡേ. ഡ്രൗസി എന്ന് പറഞ്ഞാൽ ക്ഷീണം, നമുക്ക് ഇങ്ങനെ ഉറക്കം വരുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഉറങ്ങാനും ആണ് ഇവന് ഇഷ്ടം. ഓക്കെ. മൗഗ്ലി ഗ്രൂ അപ്പ്. അപ്പൊ ഇതാണ് ഒരു പാസേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഇപ്പൊ നമുക്ക് ചിലപ്പോ ഇതിന്റെ അർത്ഥം ഒന്നും അറിഞ്ഞോളന്നില്ല. ഞാനിപ്പോ ഇതിന്റെ അർത്ഥം പറഞ്ഞു തന്നത് ഇങ്ങനെയൊക്കെയാണ് ഒരു പാസേജ് വരിക എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ചിലപ്പോ നമുക്ക് ഇതിന്റെ അർത്ഥം അറിഞ്ഞോളന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ആൻസർ ചെയ്യുക? അപ്പൊ ഇങ്ങോട്ട് നോക്കൂ. മൗഗ്ലി ഗ്രൂ അപ്പ് വിത്ത് ദ ബിയർ കപ്സ് ഇൻ ദി ഫോറസ്റ്റ്. ഇതെന്താ സംഭവം? ട്രൂ ഓർ ഫാൾസ് ആണോ എന്ന് എഴുതാനാണ്. എന്താ ഈ ട്രൂ ഓർ ഫാൾസ് എന്ന് പറഞ്ഞാൽ? തെറ്റാണോ ശരിയാണോ ഈ പറഞ്ഞ സംഗതി? താഴെ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, 4. അത് 4എണ്ണം ശരിയാണോ തെറ്റാണോ? ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുമ്പോൾ ട്രൂ എന്ന് പറഞ്ഞാൽ ശരി, ഫാൾസ് എന്ന് പറഞ്ഞാൽ തെറ്റ്. അപ്പൊ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നോക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തത് നോക്കാം. മൗഗ്ലി ഗ്രൂ അപ്പ് വിത്ത് ദ ബിയർ കപ്സ് ഇൻ ദി ഫോറസ്റ്റ്. മൗഗ്ലി ആരെ കൂടെയാണ് വലുതായി എന്ന് പറയുന്നത്? ബിയർ കപ്സിന്റെ കൂടെ. ബിയർ എന്ന് പറഞ്ഞാൽ കരടി. കരടി കപ്സിന്റെ കൂടെയാണ്, കരടി കുട്ടികളുടെ കൂടെയാണ് കാട്ടിൽ വളർന്നെന്നാ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്കിനി ഇതിന്റെ അർത്ഥം ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾ നേരെ ഈ പാരഗ്രാഫിൽ പോവുക. മൗഗ്ലി ഗ്രൂ അപ്പ് എന്ന് എവിടെയെങ്കിലും കാണുന്നുണ്ടോ നോക്കുക. അപ്പൊ ഇവിടെ കണ്ട ഫസ്റ്റ് തന്നെ മൗഗ്ലി ഗ്രൂ അപ്പ് വിത്ത് ദ വോൾഫ് കബ്സ് എന്നാണ് ഇവിടെ. കണ്ടോ? പക്ഷെ ഇവിടെ എന്താ തന്നെ ബിയർ കപ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ രണ്ടും തെറ്റാണ്. ഇത് വോൾഫാണ്, ഇവിടെ ബിയർ ആണ്. അപ്പൊ ഇതിൽ തന്ന പോലെയല്ല ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് എഴുതാം? ഇത് ഫോൾസ്, ഫോൾസ് എന്ന് എഴുതാം. ഓക്കെ, ഫാൾസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ മൗഗ്ലി ഫെൽറ്റ് ഡെർട്ടി ആൻഡ് ഹോട്ട്. അതായത് മൗഗ്ലിക്ക് ചളി ഉണ്ട്, അല്ലെങ്കിൽ അവന്റെ മേത്ത് അഴുക്കുണ്ട്, അല്ലെങ്കിൽ അവന് ചൂട് തോന്നുന്ന സമയത്ത് ഹി സ്വാം ഇൻ ദി ഫോറസ്റ്റ് പൂൾ. അവൻ കാട്ടിലുള്ള പൂൾസിൽ കുളിക്കാറുണ്ട് അല്ലെങ്കിൽ നീന്താറുണ്ട്. അപ്പൊ നോക്കുക, ഇങ്ങനെ ഒരു വേർഡ് ഇവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? വെൻ മൗഗ്ലി ഫെൽറ്റ് ഡേർട്ടി. അപ്പൊ ഇതാ ഇവിടെ. വെൻ ഹി ഫെൽറ്റ് ഡേർട്ടി ഓർ ഹോട്ട് ഹി സ്വാം ഇൻ ദി ഫോറസ്റ്റ് പൂൾസ്. കറക്റ്റ് ആണ്. സെയിം ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. സ്വാം ഇൻ ദി ഫോറസ്റ്റ് പൂൾസ്. അപ്പൊ എന്താണ്? രണ്ടും ഒന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒന്ന് തന്നെയാണെങ്കിൽ, ഒരേപോലെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താ? ട്രൂ എന്ന് എഴുതാം. ഇനി അതല്ല, ഇതുപോലെ വ്യത്യസ്തമായിട്ടാണെങ്കിൽ, ഇവിടെ വോൾഫ് കപ്സ് എന്നാണ്, ഇവിടെ ബിയർ കപ്സ് എന്നാണ്, അങ്ങനെ വ്യത്യസ്തമായിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താ? ഫോൾസ് എന്ന് എഴുതാം. ഓക്കെ. ഒരേപോലെ തന്നാൽ ട്രൂ എന്ന് എഴുതാം, വ്യത്യസ്തമായി തന്നാൽ ഫോൾസ് എന്ന് എഴുതാം. ഇനി അടുത്തത് നോക്കാം. ബഗീര ഷൗഡ് മൗഗ്ലി ഹൗ ടു ക്ലൈംബ് ട്രീസ്. ബഗീരയാണ് മൗഗ്ലിയെ ഹൗ ടു ക്ലൈംബ് ട്രീസ്, ട്രീസിൽ എങ്ങനെ കയറണം എന്ന് ബഗീരയെ പഠിപ്പിച്ചേന്ന്. അപ്പൊ ഇവിടെ നോക്കാം. ഹി ക്ലൈംബ് ദ ട്രീസ് ദ വേ ബഗീര ദ പാന്തർ ഷോഡ് ഹിം. ബഗീര പറഞ്ഞ പോലെ അവൻ മരത്തിൽ കയറി. കറക്റ്റ് ആണ്, ബഗീരയാണ് അവനെ പഠിപ്പിച്ചത്. സോ ദിസ് ഈസ്, ഇവിടെ പേര് കറക്റ്റ് ആണ് അല്ലെ? ബഗീര തന്നെയാണ് ഇവിടെ അവനെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ട്രീസ് ദ വേ ബഗീര, ബഗീരയാണ് അവനെ ഷോഡ് ഹിം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ട്രൂ ആണ്, സെയിം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ട്രൂ ആണ്. ഇനി അടുത്ത നോക്കാം. മൗഗ്ലി വുഡ് ലുക്ക് അറ്റ് ദ വില്ലേജേഴ്സ് ഇൻ ദെയർ ഹട്ട്സ് ഡ്യൂറിംഗ് ദ ഡേ. ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഇനി ഇതേപോലെയുള്ള വേർഡ് ഇതിലുണ്ടോ നോക്കാം. എവിടെയാ? ഹി വുഡ് ഗോ ഡൗൺ ഹിൽസ് ഇൻ ടു ദി കൾട്ടിവേറ്റഡ് ലാൻഡ്സ് ആൻഡ് ബൈ നൈറ്റ്. കണ്ടോ? വില്ലേജേഴ്സ് ഇൻ ദിയർ ഹട്ട്സ് അത് അവരെ എപ്പോഴാണ് നോക്കുക? ഇവിടെ പറഞ്ഞിട്ടിരിക്കുന്നത് ബൈ നൈറ്റ് ആണ്. നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രിയാണ് നോക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? ഡ്യൂറിംഗ് ദ ഡേ. ഡ്യൂറിംഗ് ദ ഡേ എന്ന് പറഞ്ഞാൽ പകലാണ് നോക്കുക. ഡേ എന്ന് പറഞ്ഞാൽ പകൽ എന്നാണ് കേട്ടോ. അപ്പൊ പകലാണ് നോക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതുപോലെയാണോ ഇത്? ഇവിടെ നൈറ്റിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്, പക്ഷെ ഇവിടെ ഡേയിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒരേപോലെ അല്ല. അങ്ങനെ ആവുന്ന സമയത്ത്, ഒരേപോലെ അല്ലാതെ വരുമ്പോൾ നമ്മൾ ഫാൾസ് എന്ന് എഴുതണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ട്രൂ ഓർ ഫാൾസ് നോക്കുക. നിങ്ങൾക്ക് തരുന്ന സെന്റൻസ് എന്ത് ചെയ്യുക? ഈ പാരഗ്രാഫിൽ എവിടെയാണെന്നുള്ളത് നോക്കുക. എന്നിട്ട് അത് ഇതേപോലെയാണോ അവിടെ കൊടുത്തിട്ടുള്ളതെങ്കിൽ ട്രൂ എന്ന് എഴുതുക. ഇനി അതല്ല, ഇവിടെ രണ്ടിടത്തും വ്യത്യസ്തമായിട്ടാണ് വരുന്നതെങ്കിൽ ഫോൾസ് എന്ന് എഴുതാം. ഓക്കെ. ഇനി അടുത്തത് ആൻസർ ദി ഫോളോവിങ് ക്വസ്റ്റ്യൻ ഇൻ വൺ വേർഡ്. ഒറ്റ വേർഡിൽ
ആൻസർ എഴുതാനാ. ഹൂ വാസ് ബഗീര? ബഗീര ആരായിരുന്നു? അപ്പൊ ഇവിടെ നോക്കുക, ബഗീര ആരാ? ബഗീര ദ പാന്തർ. പാന്തർ. ബഗീര പാന്തർ ആണ്. അങ്ങനെ എഴുതാം, പാന്തർ. ബഗീര എന്ന് പറയുന്നത് പാന്തർ ആണ്. ഇനി ഇവിടെ എഴുതാം, അതർ ദാൻ തോൺസ് വാട്ട് ഡിഡ് വോൾഫ് സഫർ ഫ്രം ട്രെറിബിളി ഫ്രം? അപ്പൊ തോൺസ്, തോൺസ് അല്ലാതെ, മുള്ളല്ലാതെ, വാട്ട് ഡിഡ് വോൾഫ് സഫർ, പിന്നെ എന്താണ് ചെന്നായകള് ടെറിബിളി സഫർ ചെയ്തിരുന്നത്? അപ്പൊ ടെറിബിളി സഫർ എന്നുള്ളത് എവിടെയാണ്? ഇതാ, ടെറിബിളി സഫർ ഫ്രം തോൺസ് ആൻഡ് ബേഴ്സ് ഇൻ ദയർ കോട്സ്. ഓക്കെ, ബേഴ്സ്, ബേഴ്സ്. അപ്പൊ ബേഴ്സ് ഒറ്റ വേർഡ് എഴുതാൻ പറ്റുള്ളൂ, അപ്പൊ ബേഴ്സ് എന്ന് എഴുതാം. ഓക്കെ, ബേഴ്സ് ഇൻ ദയർ കോട്സ്. ഓക്കെ. ഇനി വേർഡ് ഡിഡ് മൗംഗ്ലി ടേക്ക് ഹിസ് പ്ലേസ് വിത്ത് ദ വോൾഫ് പാക്ക്? മൗംഗ്ലിന്റെ പ്ലേസ്, അപ്പൊ പ്ലേസ് എന്നുള്ളത് നോക്കുക, എവിടെയാണ്? വോൾഫ് പാക്കിന്റെ കൂടെ അവന് എവിടെയാണ് പ്ലേസ് കിട്ടിയത്? അപ്പൊ ഇവിടെ നോക്കുക, പ്ലേസിന് എവിടെയാ വരുന്നത്? എവിടെയാ വരുന്നത്? ആ ഹി ആ ഹി ടുക്ക് ഹിസ് പ്ലേസ്, അവന്റെ പ്ലേസ് കിട്ടി എവിടെ? അറ്റ് ദ കൗൺസിൽ റോക്ക്. അറ്റ് ദ കൗൺസിൽ റോക്ക്. അപ്പൊ അതാണ് അതിന്റെ ആൻസർ, അറ്റ് ദ കൗൺസിൽ റോക്ക്. ഓക്കെ. വാട്ട് ഡിഡ് മൗംഗ്ലി ഗെറ്റ് വെൻ ഹി ക്ലൈംബ് ട്രീസ്? അവൻ മരത്തിന്റെ മുകളിൽ കയറുമ്പോ അവൻ എന്താണ് കിട്ടുക? അപ്പൊ ഇവിടെ നോക്കുക, ക്ലൈംബ് ട്രീസ് എവിടെയെന്നുള്ളത് നോക്കുക, ദ ക്ലൈംബ് ട്രീസ്. അപ്പൊ അവന് എന്ത് വേണ്ടുമ്പോഴാണ് അവൻ ക്ലൈംബ് ട്രീ കയറുക? ദാ വെൻ ഹി വാണ്ടഡ് ഹണി, തേന് വേണ്ടപ്പോ. അപ്പൊ മരം കയറുമ്പോ അവൻ എന്താ കിട്ടാറ്? തേൻ, ഹണിയാണ് അവന് കിട്ടുക. അപ്പൊ അങ്ങനെയാണ് ആൻസർ എഴുതുക കേട്ടോ. എനി ത്രീ എന്നാ പറഞ്ഞിട്ടുള്ളത്, അപ്പൊ ഏതെങ്കിലും മൂന്നെണ്ണത്തിന് എഴുതിയാൽ മതി. ഇവിടെയും അത് എനി ത്രീ എന്നാ പറഞ്ഞിട്ടുള്ളത്, അപ്പൊ ഏതെങ്കിലും മൂന്നെണ്ണത്തിന് എഴുതിയാൽ മതി. ഇനി ഇവിടെ നോക്കൂ, കറക്റ്റ് വേർഡ്, പിക്ക് ഔട്ട് ദി കറക്റ്റ് വേർഡ് ആസ് ഇൻസ്ട്രക്റ്റഡ് ഫ്രം ദി എബവ് പാസേജ്. അപ്പൊ ഇതിൽ പറയുന്നതിന്റെ കറക്റ്റ് വേർഡ്സ്, ആ പാസേജിലുള്ള വേർഡ്സ് ഏതൊക്കെയാണെന്ന്. ഓപ്പോസിറ്റ് ഓഫ് വേക്ക്ഫുൾ. വേക്ക്ഫുൾ എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. റസിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ആ ചെടികളുടെ ആ ഒരു സൗണ്ടാണ്. പിന്നെ ഡ്രൗസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ക്ഷീണം തോന്നുക അല്ലെങ്കിൽ ഉറക്കം തൂങ്ങുക, അതാണ് ഡ്രൗസി എന്ന് പറയുന്നത്. ബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു, നമ്മുടെ ഈ ഒരു കോട്ടിലൊക്കെ അവരുടെ ഈ ചെള്ള് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടല്ലോ, ഈ ഇപ്പൊ മൃഗങ്ങളൊക്കെ മേല് പറ്റിപ്പിടിക്കുന്ന ചെള്ള് കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളാണ് ബേഴ്സ് എന്ന് പറയും. പിന്നെ വാം എന്ന് പറഞ്ഞാല് ഒരു നല്ല സുഖമുള്ള ഒരു ചൂട്, അതിനെയാണ് വാം എന്ന് പറയുന്നത്. നമുക്ക് നല്ല തണുപ്പുണ്ടാകുമ്പോ ഈ പുതപ്പൊക്കെ പുതക്കുമ്പോ നമുക്കൊരു സുഖമുള്ള ഒരു സുഖം ഫീൽ ചെയ്യില്ല, അതിനെയാണ് വാം എന്ന് പറയാം. ഓക്കെ. അപ്പൊ വേക്ക്ഫുൾ എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുക എന്നാണ്. അപ്പൊ ഇതിൽ ഏതാണ് ഉണർന്നിരിക്കുക എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ്? എന്താ? ഒരു ഉറക്കം തൂങ്ങും. ഇതിൽ ഏതാണ് ഉറക്കം തൂങ്ങുക? ഡ്രൗസി. ഓക്കെ, ഡ്രൗസി എന്ന് പറഞ്ഞാൽ ഉറക്കം തൂങ്ങും, ഒരു സന്ദർഭത്തിനെയാണ് പറയാം. ഇനി മീനിങ് ഓഫ് സൗണ്ട് ഓഫ് ലീവ്സ് ഓർ ഗ്രാസ് മൂവിങ്. ഇലകളുടെ ശബ്ദം അല്ലെങ്കിൽ പുല്ലുകളുടെ അനക്കം, അതിനെന്താ നമ്മൾ പറഞ്ഞേ? റസിൽ. റസിൽ എന്നാണ് പറഞ്ഞിട്ടോ. സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ തെറിക്കാൻ, തെറിക്കണ ആ ഒരു സംഭവത്തിന് സ്പ്ലാഷ് എന്ന് പറയാം. സ്റ്റയേർഡ് എന്ന് പറഞ്ഞാൽ നോക്കുക, തുറിച്ചു നോക്കുക. ക്യൂരിയസ്ലി എന്ന് പറഞ്ഞാല് വളരെ ആകാംക്ഷയോടെ, അതെന്താന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവില്ല, അതാണ് ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ക്യൂരിയസ്ലി എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പോ ഇതാണ് ഒരു പാസേജിൽ എങ്ങനെയാണ് ആൻസർ കാണുക എന്നുള്ളത്. ഇനി ഇതേപോലെ തന്നെ വേറെ ഒരു പാസേജ് ആണ് ഇത് എന്ന് പറയുന്നത്. ഇത് കുറച്ച് വലിയ പാസേജ് ആണ്. ഇത് മുന്നേ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതില് ഓൾമോസ്റ്റ് എവറി പ്ലാന്റ് ഓഫ് അനിമൽ ഇൻ ദ വേൾഡ് ഹാസ് എനിമീസ് ദാറ്റ് ത്രെട്ടൻ എക്സിസ്റ്റൻസ്. അതായത് ഇതിൽ പറയുന്നത് പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ്. ഓൾമോസ്റ്റ് എവറി പ്ലാന്റ് ആൻഡ് അനിമൽ ഇൻ ദ വേൾഡ്. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ പ്ലാന്റുകളും അനിമൽസിനും എന്തുണ്ട്? ഇൻ ദ വേൾഡ്, ലോകത്തുള്ള എല്ലാ പ്ലാന്റിനും അനിമൽസിലും ഹാസ് എനിമീസ്, അവർക്ക് ശത്രുക്കളുണ്ട്. ദാറ്റ് ത്രട്ടൺ എക്സിസ്റ്റൻസ്, അതായത് ഈ ചെടികളുടെയോ അല്ലെങ്കിൽ ഈ മൃഗങ്ങളുടെയോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കുറച്ച് ശത്രുക്കൾ പുറത്തുണ്ട്. സോ ടു പ്രൊട്ടക്ട് ഇറ്റ് സെൽഫ് ഫ്രം പ്രിഡേറ്റേഴ്സ്, അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു മാനാണെങ്കിൽ അതിനെ കൊല്ലാൻ ആരുണ്ട്? സിംഹമുണ്ട് അല്ലെങ്കിൽ പുലിയുണ്ട്. ഓക്കെ. അപ്പൊ വേറെ ഒരു പ്രാണികളാണെങ്കിൽ അതിനെ ഭക്ഷിക്കാൻ എന്തുണ്ട്? എട്ടുകാലി ഉണ്ട്. അതുപോലെ ഇപ്പൊ ഒരു ചെടിയാണെങ്കിൽ ചെടികൾ ആര് കഴിക്കുന്നുണ്ട്? മറ്റു ജന്തുക്കൾ കഴിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എന്തായാലും അതിന്റെ ഒരു എക്സിസ്റ്റൻസിന് പുറത്തൊരു ത്രെട്ട് ഉണ്ട്. ഒരു ത്രെട്ട് എന്ന് പറഞ്ഞാല് ഒരു ഭീഷണി ഉണ്ട്. ഓക്കെ. സോ ടു പ്രൊട്ടക്ട് ഇറ്റ് സെൽഫ് ഫ്രം പ്രിഡേറ്റേഴ്സ്. പ്രിഡേറ്റർ എന്ന് പറഞ്ഞാല് നമ്മള് എന്താ പറയാ, ഇപ്പൊ ഭക്ഷിക്കുന്ന ആള് ഒരു
സിംഹം മാനിനെ കഴിക്കുകയാണെങ്കിൽ സിംഹത്തിനെയാണ് നമ്മൾ എന്താ പറയാ, പ്രിഡേറ്റർ എന്ന് പറയാം. ഓക്കെ. എന്താണ് ഹണ്ട് ചെയ്തിട്ട് ഇടുന്ന ആള്, എന്താ അതിനാണ് പ്രിഡേറ്റർ എന്ന് പറയാം. ഓക്കെ. അപ്പൊ പ്രൊട്ടക്ട് ഇറ്റ് സെൽഫ് ഫ്രം പ്രിഡേറ്റർ, അതിന്റെ ശത്രുക്കളിൽ നിന്ന് അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എവറി ലിവിങ് ബീയിങ് ഹാസ് ഡെവലപ്ഡ് സം ഡിഫൻസ് മെക്കാനിസം. എവറി ലിവിങ് ബീയിങ്സ്, എല്ലാ ജീവനുള്ള വസ്തുക്കളും ഹാസ് ഡെവലപ്ഡ്, അവർ ഓൾറെഡി അവർക്ക് ഉണ്ട്, എന്ത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, സം ഡിഫൻസ് മെക്കാനിസം. ഡിഫൻസ് എന്ന് പറഞ്ഞാല് എന്താണ്, നമ്മുടെ സെൽഫ് ഡിഫൻസ് മെക്കാനിസം. ഡിഫൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ സ്വയം പ്രതിരോധത്തിനുള്ള ഓരോ സംഭവങ്ങൾ, ഡിഫൻസ് മെക്കാനിസം. സെൻസിങ് ദ ഡേഞ്ചർ, ഇപ്പൊ ഒരു അപകടം വരുന്ന സമയത്ത് സം ഓർഗാനിസം ഹൈഡ്. ഇപ്പൊ നമ്മൾ ആമൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു ഇത് വരുന്ന സമയത്ത് അതിന്റെ തലയും ഇതൊക്കെ അങ്ങോട്ട് ഉള്ളിലേക്ക് വലിക്കും, അപ്പൊ ഹൈഡ് ചെയ്യും അവര്. അല്ലെങ്കിൽ അതേഴ്സ് റൺ, മാനൊക്കെ ആണെങ്കിൽ നല്ല ഓട്ടം ഓടും. വൈൽ സം ജസ്റ്റ് ഫ്ലൈ അവേ, പക്ഷികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പറന്നു പോകും അല്ലെ. ഇപ്പൊ നമ്മൾ അവരെ പിടിക്കാനൊക്കെ ചെല്ലുകയാണെങ്കിൽ പക്ഷികൾ പറന്നു പോകും. സം ഓർഗാനിസം ക്യാൻ ഈവൻ ഹൈഡ് വിത്തൗട്ട് മൂവിങ്. ചില ജന്തുക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാതെ തന്നെ അവർക്ക് ഒളിച്ചിരിക്കാനുള്ള, അതായത് നിന്ന് നിൽപ്പിൽ ഒളിച്ചിരിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇപ്പൊ നമ്മുടെ ഓന്ത് പെട്ടെന്ന് മാറും അല്ലെ, ഇപ്പൊ നമ്മൾ പെട്ടെന്ന് അതിനെ കണ്ടുപിടിക്കില്ല. അപ്പൊ അവന് വേറെ ഓടിപ്പോയി ഒളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ കളറ് സ്വീകരിച്ചിട്ട് അതിങ്ങനെ കാണാത്ത പോലെ നിൽക്കും. ഓക്കെ. ദ യൂസ് ഓഫ് കാമോഫ്ലാഗ് കളറിംഗ്, ദാറ്റ് മീൻസ് ദാറ്റ് ദയർ സ്കിൻ കളർ ബ്ലെൻഡ്സ് ഇൻ വിത്ത് ദ അതാണ് ഓന്തിന്റെ കേസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. കാമോഫ്ലാഗ് കളർ എന്ന് പറഞ്ഞാല് എന്തിമേണോ അത് നിൽക്കുന്നത് അതിന്റെ കളർ സ്വീകരിക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് അത് പറയാം കേട്ടോ. ദാറ്റ് മീൻസ് ദാറ്റ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്, ദയർ സ്കിൻ കളർ ബ്ലെൻഡ്സ്, അവരുടെ സ്കിന്നിന്റെ കളർ, സ്കിൻ എന്ന് പറഞ്ഞാൽ തൊലിന്റെ പുറത്തുള്ള തൊലിയുടെ കളർ എന്ത് ചെയ്യും, ബ്ലെൻഡ് ചെയ്യും ഇൻ വിച്ച് ദ മാച്ചിങ് കളർ ഓഫ് ദി സറൗണ്ടിങ്. അതായത് അത് എവിടെയാണോ നിൽക്കണേ അതിന്റെ ആ മാച്ചിങ് കളർ, ആ കളർ മാച്ച് ചെയ്തിട്ട് അതിന്റെ സ്കിന്ന് മാറും. ഒരു ഇലയിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ സ്കിൻ എന്താവും, പച്ചയാവും. ഇനി അതല്ല ഒരു മരത്തിന്റെ തടിയുമേ നിൽക്കുന്നതെങ്കിൽ ആ തടീന്റെ ഒരു ബ്രൗൺ കളർ എടുക്കും. അപ്പൊ അങ്ങനെ എവിടെയാണോ അത് നിൽക്കുന്നത് അതിന്റെ ആ ഒരു സംഭവം, ആ ഒരു കളറ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ എന്ത് പറയാ, കാമോഫ്ലാഗ് കളറിങ്. കാമലിയോൺ എന്ന് പറഞ്ഞാല് നമ്മളെ ഓന്തിന്റെ കുറച്ചുകൂടി വലിയൊരു സംഭവം അല്ലേ, ഇപ്പൊ നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഓടുന്ന കാമലിയോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് കാമലിയോൺ എന്ന് പറയുന്നത്, ഓന്തിന്റെ പോലത്തെ ഒരു ജന്തുവാണ്, അതിനാണ് കാമലിയോൺ എന്ന് പറയുന്നത്. ഓക്കെ. ഇതാണ് കാമലിയോൺ എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ ഓന്തിന്റെ പോലെയുള്ള ഒരു ജന്തുവാണ്. അപ്പൊ ഇതെന്ത് ചെയ്യും, ഇങ്ങനെ അതിന്റെ സറൗണ്ടിങ്ങിനനുസരിച്ചിട്ട് അതിങ്ങനെ കളർ മാറി മാറി വരും. ഓക്കെ. അപ്പൊ സം ഡിഫൻസ് മെക്കാനിസം, കാമലിയോൺ എന്ന് പറയുന്നത് ഹാസ് എ കപ്പാസിറ്റി ഓഫ് ചേഞ്ചിങ് ഇറ്റ്സ് ബോഡി കളർ. അതിന് കപ്പാസിറ്റി ഉണ്ട്, എന്തിനാണ്, ചേഞ്ചിങ് ഇറ്റ്സ് ബോഡി കളർ, അതിന്റെ ബോഡി കളർ മാറ്റാനുള്ള ഒരു കപ്പാസിറ്റി അതിനുണ്ട്. ഇഫ് ഇറ്റ് ഈസ് ഓൺ എ ഗ്രീൻ ലീഫ്, അതൊരു പച്ച ഇലയിലാണെങ്കിൽ ഇറ്റ് ടേൺസ് ഗ്രീൻ, ഇത് പച്ചയായിട്ട് മാറും. ഇറ്റ്സ് ഓൺ എ ബ്രൗൺ ട്വിഗ്, ട്വിഗ് എന്ന് പറഞ്ഞാൽ കൊമ്പ്, മരത്തിന്റെ കൊമ്പിനാണ് ട്വിഗ് എന്ന് പറയാം. അപ്പൊ ഇതൊരു ട്വിഗിനാണെങ്കിൽ, ഒരു ബ്രൗൺ ട്വിഗിലാണെങ്കിൽ ഇറ്റ് ടേൺസ് ബ്രൗൺ. ഓക്കെ, അതൊരു കാപ്പി കളറായിട്ട് മാറും. സം റാബിറ്റ്സ് ചേഞ്ച് കളർ വിത്ത് ദ സീസൺ. ചില റാബിറ്റ്സ് സീസണിനനുസരിച്ച് കളർ മാറും. ദ സ്നോ ഷൂ ഹെയർ എന്ന് പറഞ്ഞാല് റാബിറ്റ്സിന്റെ ഒരു വേറൊരു പേരാണ് കേട്ടോ. റാബിറ്റ്സിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഹെയർ എന്ന് പറയുന്നത്. ഇപ്പൊ ദ സ്നോ ഷൂ ഹെയർ അങ്ങനെ പറഞ്ഞിട്ടുള്ള റാബിറ്റ് ബ്രൗൺ ഇൻ സമ്മർ, ചൂടുകാലത്ത് കാപ്പി കളറായിരിക്കും, ആൻഡ് വൈറ്റ് ഇൻ വിന്റർ, വിന്ററിൽ വൈറ്റ് ആയിരിക്കും അതിന്റെ കളർ. ദ വൈറ്റ് ഫെർ കാമോഫ്ലാഗ് ദ റാബിറ്റ് ഇൻ ദ സ്നോ. അതായത് സ്നോ എന്ന് പറയുമ്പോൾ വൈറ്റ് അല്ലേ, അപ്പൊ ആ വൈറ്റ് എന്ത് ചെയ്യും, ഈ റാബിറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു വൈറ്റ് കളറിൽ വരും. അപ്പോ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ പാരഗ്രാഫ്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം, ട്രൂ ഓർ ഫാൾസ് നോക്കാം. എ പ്രിഡേറ്റർ വുഡ് ബി ആൻ അനിമൽ വിച്ച് ഇസ് എ വിക്ടിം. വിക്ടിം എന്ന് പറഞ്ഞാല് ഒരു അപകടത്തിന്റെ ഇരേനെയാണ് എന്ത് പറയാ, വിക്ടിം എന്ന് പറയാം. അപ്പൊ പ്രിഡേറ്റർ ഇരയാണ്, അല്ല, ആ ഇരനെ കൊന്നു കഴിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയാ, പ്രിഡേറ്റർ. അപ്പൊ വിച്ച് ഈസ് എ വിക്ടിം, വിക്ടിം അല്ല പ്രിഡേറ്റർ.
പ്രിഡേറ്റർ എന്ന് പറയുന്നത് ആരാ? കഴിക്കുന്ന ആളാണ്. വിക്ടിം എന്ന് പറഞ്ഞ ആളാരാ? ഇരയാണ് വിക്ടിം. ഓക്കെ. അപ്പോ ഇതിൽ പറയുന്നത് എന്താ? പ്രിഡേറ്റർ എന്ന് പറയുന്നത് വിക്ടിം, ഇരയായിട്ടുള്ള അനിമലാണ് പ്രിഡേറ്റർ. അപ്പൊ അത് തെറ്റാണ്. ഓക്കെ. പ്രിഡേറ്റർ എന്ന് പറയുന്നത് അതിനെ, ഈ ഇരനെ കഴിക്കുന്ന ആളാരാണോ അതിനാണ് പ്രിഡേറ്റർ എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇപ്പൊ സിംഹം മാനുണ്ടാവുമ്പോ സിംഹമാണ് പ്രിഡേറ്റർ, വിക്ടിം എന്ന് പറയുന്ന മാനാണ്. മാനാണ് ഇര, സിംഹമാണ് പ്രിഡേറ്റർ. അപ്പോ ഇത് പറഞ്ഞിരിക്കുന്നത് വിക്ടിം തന്നെയാണ് പ്രിഡേറ്റർ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതെന്താണ്? ഫോൾസ് ആണ്. ഇനി ഇവിടെ ഡിഫെൻഡ് മെക്കാനിസം ഓഫ് എ പേഴ്സൺ വുഡ് ഹെൽപ്പ് ദ അനിമൽ പ്രൊട്ടക്ട് വൺ സെൽഫ്. ഓക്കെ. ഡിഫൻസ് മെക്കാനിസം എന്തിനാ ചെയ്യുന്നത്? ഹെൽപ്പ്, ഒരു പേഴ്സണിന്റെ ഡിഫൻസ് മെക്കാനിസം അനിമലിനെ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യാൻ, വൺ സെൽഫ്, അതിനെ സെൽഫ് പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുമെന്ന്. അത് ഇവിടെ ഉണ്ട് അല്ലെ? ഒരാൾ, അതായത് സ്വന്തം നമ്മൾ ഡിഫൻസ് മെക്കാനിസം പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മളെ തന്നെ രക്ഷിക്കാൻ സഹായിക്കുന്നു. ഇപ്പൊ കരാട്ടെ പഠിച്ച ഒരാളാണെങ്കിൽ അയാൾക്ക് അയാളെ സ്വയം രക്ഷിക്കാം. അതേപോലെ സ്വയം ഉണ്ടാവുന്ന ഡിഫൻസ് മെക്കാനിസം ആണ് ഇവിടെ ഉണ്ടല്ലോ, ഡെവലപ്ഡ് സം ഡിഫൻസ് മെക്കാനിസം. അത് എന്ത് ചെയ്യുന്നുണ്ട്? അവരെ ഡേഞ്ചർ, സെൻസിങ് ദ ഡേഞ്ചർ, അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരെ അത് ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടാൻ സഹായിക്കും. ഓക്കെ. അപ്പൊ ഇത് ട്രൂ ആണ്. മെനി നോൺ പോയ്സണസ് സ്നേക്സ് ഹാവ് കളേർഡ് ഡിഫറെന്റ് പോയ്സണസ് സ്നേക്സ്. ഓക്കെ. നോൺ പോയ്സണസ് സ്നേക്സ് എന്തുണ്ട്? കളേഴ്സ് ഉണ്ട്, കളർഫുൾ ആണ്. ഇപ്പൊ ചേര കണ്ടല്ലേ, മഞ്ഞയൊക്കെ ഉണ്ടാവും. നേരെ മറിച്ച് പോയിസണസ് സ്നേക്സ് ആണെങ്കിൽ അത്ര കളർഫുൾ ആവില്ല. അവര് ആ ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു വൈറ്റ്, ഒരു ആഷ് കളറിലൊക്കെ ആയിരിക്കും അവർ അധികം ഉണ്ടാവുക. പോയിസണസ് സ്നേക്ക് എന്ന് പറഞ്ഞാൽ വിഷം ഉള്ള സ്നേക്കുകൾ, നോൺ പോയിസണസ് സ്നേക്സ് എന്ന് പറഞ്ഞാൽ വിഷം ഇല്ലാത്ത സ്നേക്കുകൾ. അപ്പൊ ഇവിടെ ഉണ്ടാവും അതിന്റെ സംഭവം. അപ്പൊ ഇവിടെ നോക്കി നോക്കാം നമുക്ക്. ഇതാ, സം പോയിസണസ്, മെനി നോൺ പോയിസണസ് സ്നേക്സ് ഹാവ് കളർ സിമിലർ ടു പോയിസണസ് സ്നേക്സ്. എന്താണ്? ചില വിഷമില്ലാത്ത പാമ്പുകൾക്ക് വിഷമുള്ള പാമ്പിന്റെ അതേപോലത്തെ കളർ ഉണ്ടാവും. അതെന്തിനാ? എനിമി കാണുമ്പോ പേടിക്കാനാണ്. ഇതിപ്പോ പാമ്പ് വിഷമുള്ള പാമ്പ് തന്നെയാണെന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കാനാണ്. ഇതിനെ പറയുന്ന, ഈ ഡിഫൻസ് മെക്കാനിസം പറയുന്ന പേരാണ് മിമിക്രി. മിമിക്രി പറഞ്ഞാൽ അതേപോലെ അനുകരിക്കുക, അനുകരണം. ഓക്കെ. പോയിസണസ് സ്നേക്സ് എന്താണ്? ബ്രൈറ്റ് കളറാണ് ഉണ്ടാവുക. ടു വാൺ ഓഫ് ദ എനിമീസ് ദാറ്റ് ആർ നിയർ ബൈ. അതായത് ദിസ് ഈസ് കോൾഡ് വാർണിംഗ് കളറേഷൻ. ഇപ്പൊ അതായത് ഇപ്പൊ ഒരു വിഷമുള്ള പാമ്പ് നല്ല ബ്രൈറ്റ്, നല്ല ഡാർക്ക് കളറായിരിക്കും. പെട്ടെന്ന് നമുക്ക് അവരെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ അത് എന്തിനാണ്? മറ്റുള്ള എനിമീസിന് അവരെ അറിയിച്ചു കൊടുക്കുകയാണ്. എന്ത്? ഞാൻ അടുത്തുണ്ട്, ഞാൻ വിഷമുള്ള പാമ്പാണ് എന്നുള്ളത് അറിയിച്ചു കൊടുക്കുകയാണ്. അതാണ് വാണിംഗ്, വാണിംഗ് കളറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? മെനി നോൺ പോയിസണസ് സ്നേക്സ് ഹാവ് കളേഴ്സ് ഡിഫറെന്റ് ടു പോയിസണസ് സ്നേക്സ്. ചില വിഷമില്ലാത്ത പാമ്പുകൾക്ക് കളറുണ്ട് ഡിഫറെന്റ് ടു പോയിസണസ് സ്നേക്സ്. പോയിസണസ് സ്നേക്സിനേക്കാൾ ഡിഫറെന്റ് ആയ കളർ. അങ്ങനെയല്ലല്ലോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സിമിലർ ടു പോയിസണസ് സ്നേക്ക് ആണ്, ഡിഫറെന്റ് അല്ല, സിമിലർ ആണ്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. ഇവിടെ സിമിലർ എന്നാ പറഞ്ഞിട്ടുള്ളത്, പക്ഷെ ഇവിടെ ഡിഫറെന്റ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രണ്ടും രണ്ട് തരത്തിലായതുകൊണ്ട് നമ്മൾ ഇവിടെ എന്താ എഴുതാ? ഫോൾസ് എന്ന് എഴുതും. ഓക്കെ. ഇനി ആൻസർ ദി ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ഇൻ വൺ വേർഡ്. നെയിം എ റാബിറ്റ് വിച്ച് ചേഞ്ചസ് കളർ വിത്ത് സീസൺ. സീസണിനനുസരിച്ച് കളർ മാറുന്ന റാബിറ്റിന്റെ പേര് എഴുതാൻ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹെയർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമ്മളിവിടെ വായിച്ചില്ലേ? ദ സ്നോ ഷൂ ഹെയർ ഈസ് ബ്രൗൺ ഇൻ സമ്മർ ആൻഡ് വൈറ്റ് ഇൻ വിന്റർ. ചില റാബിറ്റുകൾ, സം റാബിറ്റ് ചേഞ്ച് കളർ വിത്ത് സീസൺ. ചില റാബിറ്റുകൾ സീസണിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യും. ദ സ്നോ ഷൂ ഹെയർ, അതാണ് അതിന്റെ പേര്. ദ സ്നോ ഷൂ ഹെയർ ഈസ് എ ബ്രൗൺ ഇൻ സമ്മർ. അത് ചൂടുകാലത്ത് ബ്രൗൺ ആയിരിക്കും, വിന്ററിൽ, തണുപ്പ് കാലത്ത് വൈറ്റ് ആയിരിക്കും. ഓക്കെ. അപ്പൊ പേരെന്താണ്? ദ സ്നോ ഷൂ ഹെയർ. ആ പാരഗ്രാഫ് അതേപോലെ വായിച്ചു നോക്കാം. അപ്പൊ അതാണ് എന്റെ ആൻസർ. ഇനി വാട്ട് ഇസ് എ കോമൺ ടൈപ്പ് ഓഫ് കോമോഫ്ലാഗ് എമംഗ് ദി ഫിഷസ്. ഫിഷസിന്റെ ഇടയിലുള്ള കോമൺ ടൈപ്പ് ഏതാണ്? അനദർ ഫിനോമിന ഇസ് കോൾഡ് കൗണ്ടർ ഷെയ്ഡിങ് ഇസ് കോമൺ ടൈപ്പ് ഓഫ് കോമോഫ്ലാഗ് എമംഗ് ഫിഷസ്. ഏതാണ്? അനദർ ഫിനോമിന ഇസ് കോൾഡ്, എന്താ പേര്? കൗണ്ടർ ഷെയ്ഡിങ്. അതാണ് ഫിഷിന്റെ ഇടയിലുള്ളത് കേട്ടോ. അപ്പൊ അതവിടെ എഴുതാം. കോമൺ ടൈപ്പ് ഓഫ് കോമോഫ്ലാഗ് എമംഗ് ദി ഫിഷസ് ഏതാണ്?
ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒറ്റ വേർഡ് ആൻസർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സെന്റൻസ് മൊത്തം അവിടെ എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഇതുണ്ട് എഴുതി വെക്കുക, എന്ത് അനദർ ഫിനോമിനോൺ കോൾഡ് കൗണ്ടർ ഷെയറിംഗ് ഈസ് കോമൺ ടൈപ്പ് ഓഫ് കോമോഫ്ലാഗ് എമംഗ് ദി ഫിഷസ്. അതങ്ങോട്ട് എഴുതി വെക്കുക. നിങ്ങൾക്ക് ഏതാണോ പേര് എന്ന് അതിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു സെന്റൻസ് അതേപോലെ എഴുതി വെച്ചാലും മതി. ഓക്കെ, ഇനി എന്താണ്, വാട്ട് ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ഡസ് നോൺ പോയിസണസ് സ്നേക്സ് ഫോളോ? നോൺ പോയിസണസ് സ്നേക്സ് ഫോളോ ചെയ്യുന്ന, അതായത് വിഷമില്ലാത്ത സ്നേക്സ് ഫോളോ ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം എന്താണ്? സ്വയം പ്രതിരോധം, അതാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അതാ, മെനി നോൺ പോയിസണസ് സ്നേക്സ് ഹാവ് കളർ സിമിലർ ടു പോയിസണസ് സ്നേക്സ്. അല്ലെ, അപ്പൊ അവരുടെ മെക്കാനിസത്തിന്റെ പേരുണ്ട്, എനിമീസ് തിങ്സ് ദാറ്റ് ദ സ്നേക്ക് ഈസ് പോയിസണസ്. ദിസ് ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ഈസ് കോൾഡ് മിമിക്രി. അപ്പൊ ഇവിടെ ഉണ്ട് മിമിക്രി. അപ്പൊ ഇതെന്നെ എഴുതി വെക്കാം, മിമിക്രി. അതാണ് അതിന്റെ ആൻസർ. ഇനി ചൂസ് എ വേർഡ് വിച്ച് മീൻസ് ടു സ്റ്റോപ്പ്. സ്റ്റോപ്പ് എന്ന് അർത്ഥം വരുന്ന ഒരു വേർഡ്. റിഫ്രൈൻ എന്ന് പറഞ്ഞാൽ നിർത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മിമിക്രി എന്ന് പറഞ്ഞാൽ അനുകരിക്കുക എന്നാണ്. ഫിനോമിന എന്ന് പറഞ്ഞാല് പ്രതിഭാസം എന്നാണ്. ബ്ലെൻഡ് എന്ന് പറഞ്ഞാല് കൂടിച്ചേർക്കുക എന്നാണ്. ഇതിലേതാണ് സ്റ്റോപ്പ് എന്നുള്ളതിന്റെ അർത്ഥം? റിഫ്രൈൻ എന്ന വേർഡാണ് കേട്ടോ. അപ്പൊ ഈ വേർഡ്സ് ഒക്കെ നല്ലോണം പഠിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പാരഗ്രാഫ് തന്നാൽ ആൻസർ എഴുതുക. ട്രൂ ഓർ ഫാൾസ് തരുമ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെയുള്ള അതേപോലെ പാരഗ്രാഫിൽ തന്നിട്ടുണ്ടോ, അതേപോലെയാണ് തന്നിട്ടുള്ളതെങ്കിൽ ഇത് ട്രൂ ആണ്. ഇനി അതല്ല വേർഡ്സ് മാറ്റം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ കണ്ടോ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഡിഫറൻറ്റ് ടു പോയിസണസ് സ്നേക്സ് ആണ്, പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് സിമിലർ ടു പോയിസണസ് സ്നേക്സ് ആണ്. അപ്പൊ വേർഡ്സ് മാറ്റമുണ്ട്. അങ്ങനെ മാറ്റം ഉണ്ടെങ്കിൽ ഫോൾസ് എന്ന് എഴുതാം. ഇനി അതല്ല ഒരേപോലെയാണെങ്കിൽ അതിനെന്ത് എഴുതാം? ട്രൂ എന്ന് എഴുതാം. ഇനി ഇവിടെ വൺ വേർഡ് എഴുതുമ്പോൾ നമ്മൾ നോക്കുക, ക്വസ്റ്റ്യൻ തരുമ്പോൾ ഈ റാബിറ്റിന്റെ പേര് എഴുതുക, നെയിം എ റാബിറ്റ്, പേര് എഴുതുക. അപ്പൊ റാബിറ്റിന്റെ പേര് പറയുന്നത് എവിടെയെന്ന് നോക്കുക. അപ്പൊ അത് ഇവിടെയുണ്ട്, ഇയർ ദ ബ്രൗൺ സമ്മർ. അപ്പൊ റാബിറ്റ് നിന്ന് എവിടെ നിന്ന് കിട്ടുന്നത് നോക്കുക. അപ്പൊ അതിന് ആ ഒരു വേർഡ് നിങ്ങൾക്ക് ആ പേര്, കറക്റ്റ് പേര് ഒറ്റ വേർഡ് കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു സെന്റൻസ് അതേപോലെയെങ്കിലും നിങ്ങൾ എന്ത് എഴുതുക, എഴുതി വെക്കുക. ഓക്കെ, പിന്നെ അതുപോലെ ഈ വേർഡ് മീനിങ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള വേർഡ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ പാരഗ്രാഫ് തരുമ്പോൾ നന്നായിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് കമ്പയർ ചെയ്തിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.